അറബിക്കടലിന്റെ തിരമാലകൾ കാലത്തിന്റെ പെരുമ്പറ കൊട്ടുന്ന തീരം. സരസ്വതിയും ഹിരണ്യയും കപിലയും ചേർന്ന് ത്രിവേണി സംഗമമായി കടലിൽ ലയിക്കുന്ന പുണ്യഭൂമി ഗുജറാത്തിലെ പ്രഭാസ് പട്ടണം. അവിടെ 17 തവണ തകർക്കപ്പെട്ടിട്ടും 18ാം തവണയും മണ്ണിൽ നിന്ന് ആകാശത്തേക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമായി തലയുയർത്തി നിൽക്കുന്ന മഹാക്ഷേത്രം സോമനാഥം. സങ്കീർണമായ കൊത്തുപണികളുള്ള ഗോതമ്പ് നിറമുള്ള ക്ഷേത്രം. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേത്. സോമനാഥ ക്ഷേത്രത്തെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ളതാണ് ഈ വർഷം. ഈ മഹാക്ഷേത്രത്തിന് നേരെയുണ്ടായ ആദ്യ ആക്രമണത്തിന് 1000 വർഷം തികയുകയാണ്. 1026 ജനുവരിയിലാണ് ഗസ്നിയിലെ മെഹമൂദ് സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത്. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം ദക്ഷപ്രജാപതിയുടെ 27 നക്ഷത്രപുത്രിമാരെയും ചന്ദ്രൻ വിവാഹം കഴിച്ചു. എന്നാൽ ചന്ദ്രന് രോഹിണിയോട് മാത്രമായിരുന്നു പ്രിയം. ബാക്കി 26 ഭാര്യമാരെയും അവഗണിച്ചതിൽ കോപിഷ്ഠനായ ദക്ഷൻ ചന്ദ്രനെ ശപിച്ചു. നിന്റെ പ്രകാശം ക്ഷയിച്ച് നീ ഇല്ലാതാകട്ടെ. ക്ഷയമെന്നാൽ നാശം. നാശത്തിൽ നിന്ന് മോചനം നേടാൻ അവൻ മഹാകാലനെ വിളിച്ചു. ശിവൻ ആരാണ്? കാലത്തിന്റെ അധിപൻ. ചന്ദ്രനെ ജടയിൽ ചൂടി ശിവൻ ലോകത്തോട് പറഞ്ഞു, നാശമില്ലാത്തതായി ഒന്നുമില്ല. പക്ഷേ നാശത്തിനപ്പുറം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ചന്ദ്രൻ ക്ഷയിക്കും, പക്ഷേ വീണ്ടും വളരും. 13ാം നൂറ്റാണ്ടിലെ അറബ് സഞ്ചാരിയായ അൽ ക്വിസീനി തന്റെ സഞ്ചാരക്കുറിപ്പുകളിൽ അത്ഭുതത്തോടെ രേഖപ്പെടുത്തിയ ഒരു വരിയുണ്ട്. ഭൂമിയിലോ മച്ചിലോ തൊടാതെ അന്തരീക്ഷത്തിൽ സ്വയമേ നിൽക്കുന്ന വിഗ്രഹം. ഇന്നത്തെ ശാസ്ത്രം ഇതിനെ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് വിളിക്കും. മേൽക്കൂരയിലും തറയിലും സ്ഥാപിച്ച കാന്തശിലകളുടെ ശക്തി സന്തുലിതമാക്കി ഭാരമേറിയ ശിവലിംഗത്തെ വായുവിൽ നിർത്തിയ പുരാതന ശില്പികൾ ഭക്തിയെയും ശാസ്ത്രത്തെയും വിസ്മയകരമായി കൂട്ടിയിണക്കി. ഭാരതീയ തച്ചുശാസ്ത്രത്തിന്റെ സാക്ഷ്യം. ചാലൂക്യ വാസ്തുവിദ്യയുടെ ഒരു മഹത്തായ ഉദാഹരണം കൂടിയാണ് സോമനാഥ ക്ഷേത്രം. കൊത്തുപണികളും ഗോപുരങ്ങളുമൊക്കെ കാഴ്ചയുടെ വൈവിധ്യത്തിനൊപ്പം ആത്മീയ ഊർജവും നൽകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഗസ്നിവിദ് സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു മെഹ്മൂദ് ഗസ്നി. മെഹ്മൂദ് ഗസ്നിയിൽ തുടങ്ങി അലാവുദ്ദീൻ ഖിൽജി, മുസഫിർ ഷാ, ഔറംഗസേബ് അടക്കം എത്ര പേരാണ് ഈ മഹാസൗധത്തെ നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തത്. ഓരോ തവണയും പൂർവാധികം ശക്തിയോടെ ക്ഷേത്രം പുനർജനിച്ചു. ഏറ്റവും ഒടുവിൽ ആ പവിത്രമായ ദൌത്യം സർദാർ വല്ലഭായ് പട്ടേലിന്റെ കരുത്തുറ്റ കൈകളിലൂടെയായിരുന്നു. സ്കന്ദപുരാണം അനുസരിച്ച് സത്യയുഗത്തിൽ സോമൻ സ്വർണത്തിലും, ത്രേതായുഗത്തിൽ രാവണൻ വെള്ളിയിലും, ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ ചന്ദനത്തടിയിലും, കലിയുഗത്തിൽ ഭീമൻ കല്ലിലുമാണ് ഈ ക്ഷേത്രം പണിതത്. സർദാർ പട്ടേൽ പിന്നീട് ദൃഢനിശ്ചയം കൊണ്ടു. ഈ ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന ബാണസ്തംഭം നൽകുന്ന അറിവ് നമ്മളെ ഞെട്ടിക്കും. അസമുദ്രാന്ത ദക്ഷിണ ധ്രുവ പര്യന്തം അബാധിത ജ്യോതിർമാർഗം. അതായത് ഈ സ്തംഭത്തിൽ നിന്ന് തെക്കോട്ട് നോക്കിയാൽ അന്റാർട്ടിക്ക വരെ തടസ്സമില്ലാത്ത സമുദ്രമാണ്. ആലോചിച്ചു നോക്കൂ, ഉപഗ്രഹങ്ങളില്ലാത്ത കാലത്ത് നമ്മുടെ പൂർവികർക്ക് ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുണ്ടായിരുന്ന അറിവ് എത്രമാത്രം സൂക്ഷ്മമായിരുന്നുവെന്ന്. മെഹമൂദ് ഗസ്നിമാർ മരിച്ചു മണ്ണടിഞ്ഞു. ഔറംഗസേബുമാർ ചരിത്രത്തിന്റെ ഏടുകളിൽ പറഞ്ഞു. പക്ഷേ സോമനാഥം അതിന്നും പ്രഭാത സൂര്യന്റെ ആദ്യ കിരണമേറ്റ്